السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد كما صليت وسلمت ورحمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على محمد وعلى آل محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد, ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അബൂ ഉസ്മാൻ റളിയല്ലാഹുവിന് ചൊല്ലി സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹുവിനോട് ನಾನೊರು ಗೌರ ಮಾಡ್ತಾರಲ್ಲಿ ದೆಚ್ಚಿನ ಅಪ್ಪ ಮಹಾನ ಸಲ್ಮಾನ್ ಅಲ್ ಫಾರಿಸ್ റളിയല്ലാഹുവിനു ഒരു മർത്തോ ഒരു വണങ്ങിയ ഗെല്ലിനെ പിടിച്ചിട്ട് ഫുള്ള് കുലുക്കിട്ടാകുമ്പോൾ ആ ഗെല്ലിൽ നിന്ന് എല്ലാ ഇലങ്ങ കീഴിൽ പോന്നു പോയിട്ട് മഹാന സൽമാൻ അൽ ഫാരിസ് എന്നോട് ചെന്ന്, നിങ്ങൾ എന്തിക്കായിട്ട് കേൾക്കില്ല, ഞാൻ എന്തിക്കായിട്ട് ഇങ്ങനെ ആക്കി വന്ന് നിങ്ങൾ എന്ത് കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടു. അപ്പോൾ ഞാൻ ചെന്ന് നിങ്ങൾ അങ്ങനെ ആക്കോ കാരണം എന്തോ? അപ്പോൾ മഹാന സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു ചെന്ന്, അള്ളാഹ് റസൂലു ഇങ്ങനെ ഞങ്ങൾ ഒരു യാത്രയിൽ പോയപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്തൊരാക്കി നാനൊന്ന് എൻ്റെ വിടിയും ഒരു പക്ക ഒരു മരത്തിൽ ചിന്ന ഒരു മരത്തിൽ ಗೆಲ್ಲಿಡ ಕೂಲಿಕೆಟ್ಟೀವಿ, ಅದರಿಂದ ಎಲ್ಲ ಒಣಕ್ಕೆ ಅಲಂಗೀಲು ಬಂತು. ಅಪ್ಪನೇ ಕೇಳ್ತು, ಸಲ್ಮಾನ ನಿಂಗೆ ಎಂದಿಗೆ ಕೇಳಿಲ್ಲ, ನಾನು ಎಂದಿಗೆ ನಿಂಗೆ ಹಾಕಿಟ್ಟು ಕುಲಿಕಿಟ್ಟಿದ್ರೆ ಮರ್ತ್ರ ಗೆಲ್ಲಿಡಲ್ಲ ಎಲ್ಲ ಕೆಲವು പോലെ ആക്കിയോ എന്ത് കേൾക്കില്ല എന്തി ഇത് കേട്ടപ്പോൾ നാകെ നബിക്ക് നബി നാ കേട്ട എന്തൊരു നബി എന്ന് കേട്ട. അപ്പം നബി ചെന്ന്, അതായത് മുഅ്മിനായ മനുഷ്യന്മാർ നല്ല അള്ളാഹുടെ പുറത്തൊരു ഒന്നു എടുത്തിട്ട് 5 വഖത്ത് നിസ്കരിച്ചിട്ടെങ്കിൽ ഈ ರೆಂಬೆൽ നിന്നോ ഈ കൊമ്പിൽ നിന്നോ എല്ലാ ഉണക്കി അല്ലെങ്കിൽ നാനിങ്ങനെ കുലിക്കപ്പോൾ എല്ലാം പോന്നു പോയിട്ട്, അതുപോലെ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ എല്ലാ സർവ്വദോഷം എന്താവണു പൂർണ്ണമായ നിലക്ക് എല്ലാം മാഫാവണു. وأقيموا الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. പോലോ ലാസ്റ്റിലുള്ള നിസ്കാര, സുബഹി നിസ്കാര, അസർ നിസ്കാര, പിന്നെ ജാവത്തെ നിസ്കാര, അതായത് മഗ്‌രിബ് ഇശ, ഇങ്ങനെ നിസ്കാരത്തെ ബഗ്ഗിൽ ആ നിസ്കാരം ഇങ്ങനെ നിസ്കരിക്കണം. നിസ്കരിച്ചാൽ നിസ്കാരത്തെ ബഗ്ഗിൽ നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണ്ടാണ്ടിൻ്റെ അങ്ങനെ സർവ്വദോഷം എന്താവണു മാഫാവണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചൊല്ലോ ആയത്തരെ നബി ഓദിത്ത് എന്ന് ആ ചൊല്ലോ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ മനുഷ്യന്മാർ നിസ്കാരത്തിന് പെൻഡിങ് എന്താക്കണം, പ്രത്യേകമായി ഔത്തരമേ സെലക്ട് ആക്കണം. പെണ്ണിങ്ങ ഔത്തിൽ ചെയ്യണം. ആണിങ്ങ പല്ലിൽ ഭയങ്കര നല്ല 6 പല്ലുമായിട്ട് ആണിങ്ങ ഈ നിസ്കാരത്തിന് 1ാം സ്ഥാനം വെച്ചിട്ട് അവിടെ നിസ്കരിക്കാറ്. അങ്ങനെ എല്ലാ ദുനിയായി എല്ലാ ടെൻഷനും ഇല്ലാണ്ടാടും. അങ്ങ് ലാഭം കിട്ടുമോ ആർക്ക്? പെണ്ണിങ് ഔത്തിൽ നിസ്കരിച്ച അങ്ങ് ലാഭം കിട്ടുമോ? അങ്ങ് ഒരു ദുനിയ അങ്ങ് ഔത്തരോ ഉള്ളുടെ റൂമിൽ ഉൾഗത്ത് റൂമിൽ നിസ്കരിക്കാറ്. പെണ്ണിങ്ങ നിസ്കരിച്ചിട്ട് അങ്ങ് ഒരൊറ്റ ടെൻഷനേ ഇല്ല ആർക്ക്? പെണ്ണിങ്ങോ. ആണിങ്ങ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടെങ്കിൽ അങ്ങ് ഒരു ഭൂമിയുടെ ദുനിയാവിടെ ഒരു ടെൻഷനും ഇല്ല. രണ്ടാമത്തെ എന്തോ അങ്ങനെ രണ്ടാളും കബറ് വിശാലാവണം. പെണ്ണിങ്ങ ഔത്തിൽ നിസ്കരിക്കട്ടോ, ആണിങ്ങ പല്ലിൽ നിസ്കരിക്കണം. അങ്ങനെ കബറ് പരിപൂർണ വിശാലാവണം. പിന്നെന്താവടു നല്ലത് എടുക്കുക എഴുതി കിതാബ് വലത്തകയിലേക്കിട്ട് ആർക്ക്? ആണിങ്ങ ഔത്തിൽ നിസ്കരിക്കണം, പെണ്ണിങ്ങ ഔത്തിൽ നിസ്കരിക്കണം, ആണിങ്ങ പല്ലിൽ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചിട്ട് പിന്നെന്താ സിറാത്തുൽ മുസ്തഖീം എന്ന പ്രകാരം, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നരി പ്രകാരം കടക്ക ആർക്ക്? നിസ്കാരം കറക്റ്റ് നോക്കും. അതിന് പ്രത്യേകമായി ആണിങ്ങ പല്ലിൽ നിസ്കരിക്കണം, പെണ്ണിങ്ങ ഔത്തിൽ നിസ്കരിക്കണം. പിന്നെ എന്താവാ സ്വാലിഹീങ്ങളിട്ട് കൂടെ സ്വർഗത്തും എത്താ ചെന്നെങ്കിൽ എല്ലാ അമ്പ്യാക്കന്മാർ കാണുക ഭാഗ്യം ഉണ്ടാവും. സ്വാലിഹികൾ എല്ലാവരും കാണുള്ള ഭാഗ്യം ഉണ്ടാവും. ആർക്ക്? പല്ലിയുമായിട്ട് നിസ്കാരത്ത് പല്ലി നിസ്കരിക്കൂ, പല്ലിക്ക് 1ാമത് സ്ഥാനം നൽകിയോ ആണിക്കോ. അതേപോലെ നിസ്കാരത്തേക്ക് ഉള്ള റൂമിൽ നല്ല ഗുട്ടായിട്ടുള്ള റൂമിൽ പെണ്ണിങ്ങ സെലക്ട് ആക്കിയിട്ട് ഔത്തുറവ് നിസ്കരിച്ചുകൊണ്ടിരിക്കെങ്കിൽ അങ്ങ് എന്താവുക സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ആയിട്ട് സ്വർഗ സമ്പാദനാക്ക എന്ന് ചൊല്ലാറ് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങളെ നിസ്കാരമല്ല, അള്ളാഹു റസൂൽ സന്തോഷമാണ് നിസ്കാരമായിട്ട് നിങ്ങളെ സർവ്വദോഷം മാഫാക്കണോ. നിസ്കാരമായിട്ട് ഞങ്ങൾ നീ അങ്ങ് സ്വീകരിക്കുക റഹ്മാൻ. എല്ലാവരും സർവ്വദോഷം നീ മാഫാക്കല്ല. നമുക്ക് ഇവിടെ 5 വഖത്ത് നിസ്കാരം ഖലാക്കാൻ നിസ്കരിയുടെ ഭാഗ്യ നമുക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം. അതുകൊണ്ട് പ്രത്യേക നിസ്കാരത്തല്ല പല്ലാണിಗೋ ನಿಸ್ಕರಿಕೋ ಪೆಣ್ಣಿಗೋ ಅಲ್ಲ ಉಲ್ಲ ರೋಮುಲು ಗುಟ್ಟ ರೋಮುಲು ಅವತುಲು ನಿಸ್ಕರಿಕೋ ನೀ ಆವದಾಕ ಅಲ್ಲಾ
بحق سيدنا مصطفى محمد صلى الله عليه وسلم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.